Hi friends, welcome to my channel. ഇന്ന് നമ്മൾ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് ആൻഡ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററാണ് ചെയ്യാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ ദെൻ സൈൻ 8x പ്ലസ് 7 സൈൻ 6x പ്ലസ് 18 സൈൻ 4x പ്ലസ് 12 സൈൻ 2x ഡിവൈഡ് ബൈ സൈൻ 7x പ്ലസ് 6 സൈൻ 5x പ്ലസ് 12 സൈൻ 3x ഈക്വൽ ടു 2014 ക്വസ്റ്റ്യൻ ആണ്. നമ്മളിത് പണ്ട് പഠിച്ചൊരു ഇക്വേഷൻ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. 2 സൈൻ എ കോസ് ബി ഈക്വൽ ടു സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. നമുക്കിതിൽ 7 സൈൻ 6x സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സൈൻ 6x പ്ലസ് 6 സൈൻ 6x എഴുതാം. ഇതിൽ 18 സൈൻ 4x നമുക്ക് 12 സൈൻ 4x 6 സൈൻ 4x ആയിട്ട് എഴുതാം. പിന്നെ ബാക്കിയുള്ള 12 സൈൻ 2x ഹോൾ ഡിവൈഡ് ബൈ സൈൻ 7x പ്ലസ് 6 സൈൻ 5x പ്ലസ് 12 സൈൻ 3x. നമുക്കിതിനെ ഗ്രൂപ്പിംഗ് ചെയ്യാം. സൈൻ 8x പ്ലസ് സൈൻ 6x ഗ്രൂപ്പ് ചെയ്യാം. 6 സൈൻ 6x 6 സൈൻ 4x നിന്നും 6 കോമൺ എടുത്ത് സൈൻ 6x പ്ലസ് സൈൻ 4x എഴുതാം. പ്ലസ് 12 സൈൻ 4x 12 സൈൻ 2x നിന്നും 12 കോമൺ എടുത്ത് സൈൻ 4x പ്ലസ് സൈൻ 2x എഴുതാം. ഹോൾ ഡിവൈഡ് ബൈ സൈൻ 7x പ്ലസ് 6 സൈൻ 5x പ്ലസ് 12 സൈൻ 3x. പിന്നെ ഇതിലെ സൈൻ 8x നമുക്ക് സൈൻ 7x പ്ലസ് എക്സ് എന്ന് എഴുതാം. പ്ലസ് സൈൻ 6x നമുക്ക് സൈൻ 7x മൈനസ് എക്സ് എന്ന് എഴുതാം. പ്ലസ് 6 ഇൻറ്റു സൈൻ 6x സൈൻ 5x പ്ലസ് എക്സ് എന്ന് എഴുതാം. പ്ലസ് സൈൻ 4x സൈൻ 5x മൈനസ് എക്സ് എന്ന് എഴുതാം. പിന്നെ 12 സൈൻ 4x സൈൻ 3x പ്ലസ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ അടുത്തൊരു ടേമും കൂടി ഉണ്ട്. സൈൻ 2x സൈൻ 3x മൈനസ് എക്സ് എന്ന് എഴുതാം. ഹോൾ ഡിവൈഡ് ബൈ സൈൻ 7x പ്ലസ് 6 സൈൻ 5x പ്ലസ് 12 സൈൻ 3x. ഇതിൽ ഈ രണ്ട് ടേം നോക്കുവാണെങ്കിൽ സൈൻ 7x പ്ലസ് എക്സ് പ്ലസ് സൈൻ 7x മൈനസ് എക്സ് നോക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം എഴുതിയ സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി എന്ന ടേമാണ്. അപ്പോൾ ഇത് നമുക്ക് 2 ഇൻറ്റു സൈൻ 7x കോസ് എക്സ് എന്ന് എഴുതാം. അടുത്ത ടൈം നോക്കുവാണെങ്കിലും സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി എന്ന ടൈമാണ്. അപ്പോൾ ഇതിൽ 6 കോമൺ പുറത്തെടുത്തിട്ട് 2 ഇൻറ്റു സൈൻ 7x സൈൻ 5x കോസ് എക്സ് ആവും. പ്ലസ് ലാസ്റ്റ് ടേം 12 ഇൻറ്റു സൈൻ 3x പ്ലസ് എക്സ് പ്ലസ് 3x മൈനസ് എക്സ് നോക്കുവാണെങ്കിൽ സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി എന്ന ടേമാണ്. അപ്പോൾ അതിൽ 12 പുറത്തിട്ടിട്ട് 12 ഇൻറ്റു 2 സൈൻ 3x കോസ് എക്സ് ആവും. ഹോൾ ഡിവൈഡ് ബൈ
sin 7x plus 6 sin 5x plus 12 sin 3x. ഇതിൽ നമുക്ക് cos x പുറത്തെടുക്കാം, 2 cos x പുറത്തെടുക്കാം. അപ്പോൾ 2 cos x into sin 7x പ്ലസ് ഇതിൽ നിന്ന് 2 cos x പുറത്തെടുത്താൽ 6 sin 5x വരും, 6 sin 5x പ്ലസ് അവസാനത്തെ ടൈം 12 sin 3x വരും. ഹോൾ ഡിവൈഡ് ബൈ sin 7x plus 6 sin 5x plus 12 sin 3x. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നോക്കുവാണെങ്കിൽ ഈ രണ്ട് ടേം കട്ട് ചെയ്ത് കളയാൻ പറ്റും. അവസാനം 2 cos x വരും. നമ്മുടെ ഓപ്ഷനിൽ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ, 2 cos x. Second question, if sin theta plus cosec theta equal to 2, then the value of sin raised to 6 theta plus cosec raised to 6 theta is. 2014 ക്വസ്റ്റ്യൻ ആണ്. sin theta plus cosec theta equal to 2. നമുക്കറിയാം sin theta equal to 1 by cosec theta എന്ന്. അപ്പോൾ cosec theta equal to 1 by sin theta. അപ്പോൾ sin theta plus 1 by sin theta equal to 2. LCM എടുക്കുമ്പോൾ sin square theta plus 1 by sin theta equal to 2. sin square theta plus 1 equal to 2 sin theta എന്ന് കിട്ടും. 2 sin theta അപ്പുറത്തെടുക്കുമ്പോൾ sin square theta minus 2 sin theta plus 1 equal to 0. ഇത് a square minus 2ab plus b square എന്ന ഫോമിലാണ്. അപ്പോൾ ഇത് a minus b whole square എന്ന ഫോമിൽ എഴുതാം. sin theta minus 1 whole square equal to 0. sin theta minus 1 equal to 0. അപ്പോൾ sin theta 1 എന്ന് കിട്ടും. sin raised to 6 theta പ്ലസ് cosec raised to 6 theta ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ sin 1 raised to 6 plus 1 by 1 raised to 6 equal to 1 plus 1 2 എന്ന് കിട്ടും. ഓപ്ഷൻ സി 2. Third question, let Sn equal to cos n pi by 10 where n equal to 1 2 3 4 etc. Then the value of S1 S2 S3 up to S10 divided by S1 plus S2 plus S3 up to S10. നമുക്ക് Sn equal to cos n pi by 10 തന്നിട്ടുണ്ട്. അപ്പോൾ when n equal to 5, S5 equal to cos into 5 pi by 10. 5ഉം 10ഉം കട്ടായി പോയി pi by 2 ആവും. അപ്പോൾ cos pi by 2 which is equal to cos 90 which is 0. അപ്പോൾ ന്യൂമറേറ്റർ 0 ആവും. അതുകൊണ്ട് ഫുൾ ടേം 0 ആയി പോവും. S1 by S1 plus S2 plus S10 equal to 0. Option D 0. Fourth question, the value of tan 1 degree plus tan 89 degree is equal to. tan 1 degree plus tan 89 degree നമുക്ക് tan 1 degree plus tan 90 minus 1 degree എന്ന് എഴുതാം. tan 90 minus theta equal to cot theta. sin 90 minus theta equal to cos theta. cosec 90 minus theta equal to sec theta. ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്.
ടാൻ 90 മൈനസ് 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ടാൻ പോസിറ്റീവാണ്. അപ്പോൾ ടാൻ 1 ഡിഗ്രി പ്ലസ് കോട്ട് 1 ഡിഗ്രി എന്ന് എഴുതാം നമുക്ക്. ടാൻ എന്ന് പറയുമ്പോൾ സൈൻ 1 ഡിഗ്രി ബൈ കോസ് 1 ഡിഗ്രി പ്ലസ് കോസ് 1 ഡിഗ്രി ബൈ സൈൻ 1 ഡിഗ്രി എന്ന് എഴുതാം. LCM എടുക്കുമ്പോൾ സൈൻ സ്ക്വയർ 1 ഡിഗ്രി പ്ലസ് കോസ് സ്ക്വയർ 1 ഡിഗ്രി ഡിവൈഡ് ബൈ സൈൻ 1 ഡിഗ്രി കോസ് 1 ഡിഗ്രി. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണെന്നറിയാം. 1 ഡിവൈഡ് ബൈ സൈൻ 1 ഡിഗ്രി കോസ് 1 ഡിഗ്രി എന്ന് എഴുതാം. സൈൻ 1 ഡിഗ്രി കോസ് 1 ഡിഗ്രിനെ നമുക്ക് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന ഫോമിലാക്കാം. അതിനുവേണ്ടി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 സൈൻ 1 ഡിഗ്രി കോസ് 1 ഡിഗ്രി എന്ന് എഴുതാം. സൈൻ 2 തീറ്റ എന്ന് പറയുമ്പോൾ 2 സൈൻ തീറ്റ കോസ് തീറ്റയാണ്. അപ്പോൾ ഇത് 2 ബൈ സൈൻ 2 തീറ്റയാണ്. തീറ്റ ഇവിടെ 1 ആണ്. അപ്പോൾ 2 ബൈ സൈൻ 2. ഓപ്ഷൻ ബി. Fifth question. If AB less than 1 and cos inverse of 1 minus a square by 1 plus a square plus cos inverse of 1 minus b square by 1 plus b square equal to 2 tan inverse x, then x is equal to, ഇത് നമ്മൾ 2 tan inverse x equal to sin inverse of 2x by 1 plus x square, 2 tan inverse x equal to cos inverse of 1 minus x square by 1 plus x square, 2 tan inverse of x equal to tan inverse of 2x by 1 minus x square. ഇതിൽ ഈ രണ്ടാമത്തെ ഫോർമുല വെച്ചാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. cos inverse of 1 minus a square by 1 plus a square എന്ന് പറയുമ്പോൾ ഈ ഫോർമുലയാണ്. അപ്പോൾ അത് നമുക്ക് 2 tan inverse of a എന്ന് എഴുതാം. പ്ലസ് അതുപോലെ തന്നെ cos inverse of 1 minus b square by 1 plus b square എന്ന് പറയുമ്പോൾ 2 tan inverse of b എന്ന് എഴുതാം, which is equal to 2 tan inverse of x. 2 കോമൺ എടുത്താൽ tan inverse of a plus tan inverse of b equal to tan inverse of x. 2 2 ക്യാൻസൽ ആയി പോവും. tan inverse of a plus tan inverse of b എന്ന് പറയുമ്പോൾ tan inverse of a plus b by 1 minus ab, which is equal to tan inverse of x. Therefore a plus b by 1 minus ab equal to x എന്ന് കിട്ടും. അപ്പോൾ x ഓപ്ഷൻ D is the right answer. Sorry, option E is the right answer. Sixth question. The value of sin inverse of 2 root 2 by 3 plus sin inverse of 1 by 3 is equal to, നമുക്ക് ആദ്യം sin inverse of 2 root 2 by 3 equal to x എന്ന് എടുക്കാം. അപ്പോൾ sin x equal to 2 root 2 by 3 എന്ന് കിട്ടും. sin തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ഇത് 90 ഡിഗ്രി, ഇത് x ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് 2 root 2 by ഹൈപ്പോട്ടന്യൂസ് 3. അപ്പോൾ നമുക്ക് ഈ സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ 3 സ്ക്വയർ, ഇത് a ആയിട്ട് എടുത്താൽ 3 സ്ക്വയർ ഈക്വൽ ടു 2 root 2 ഹോൾ സ്ക്വയർ പ്ലസ് a സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ മൈനസ് 2 root 2 ഹോൾ സ്ക്വയർ, a ഈക്വൽ ടു റൂട്ട് ഓഫ് 9 മൈനസ് 8 ഈക്വൽ ടു 1. അപ്പോൾ a ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇതിൽ നിന്നും tan x ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് വിച്ച് ഇസ് ഈക്വൽ ടു 2 root 2 എന്ന് കിട്ടും. അപ്പോൾ tan ഇൻവേഴ്സ് ഓഫ് 2 root 2 ഈക്വൽ ടു x എന്ന് കിട്ടും. അതുപോലെ തന്നെ അടുത്തത് sin ഇൻവേഴ്സ് ഓഫ് 1 by 3നെ നമുക്ക്
y എന്ന് എടുക്കാം. sin y ഈക്വൽ ടു 1/3 എന്ന് കിട്ടും. വേറൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചിട്ട് ഇത് y ആയിട്ട് എടുത്താൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് കിട്ടും. സൈഡ് ബി കണ്ടുപിടിക്കണമെങ്കിൽ b ഈക്വൽ ടു √3² - 1 which is equal to 8 √8 which is equal to 2√2. b equal to 2√2. ഇതിൽ നിന്നും tan y equal to 1/2√2 എന്ന് കിട്ടും. tan inverse of 1/2√2 equal to y എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ tan inverse of 2√2 plus tan inverse of 1/2√2 equal to tan inverse of 2√2 plus 1/2√2 divided by 1 minus 2√2 into 1/2√2 എന്ന് കിട്ടും. ഇത് tan inverse of a plus tan inverse of b equal to tan inverse of a plus b by 1 minus ab എന്ന് പറഞ്ഞ ഇക്വേഷനാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തത്. അതിൽ നിന്നും tan inverse of 2√2 plus 1/2√2 divided by ഇത് രണ്ടും കട്ടായി പോകും. അപ്പോൾ 1 minus 1 എന്ന് കിട്ടും. which is equal to tan inverse of 2√2 plus 1/2√2 divided by 0 എന്ന് കിട്ടും. tan 90 നമുക്കറിയാം, which is not defined. അപ്പോൾ ഇത് ഈക്വൽ ടു π/2 ആയിരിക്കും. കാരണം tan നോട്ട് ഡിഫൈൻഡ് പറഞ്ഞത് 90ലാണ്. 90 എന്ന് പറയുമ്പോൾ π/2 ആണ്. അപ്പോൾ ഫൈനൽ ആൻസർ നോക്കുമ്പോൾ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. 7th question. If sin raised to 16 alpha equal to 1/5, then the value of 1/cos square alpha plus 1/1 plus sin square alpha plus 2/1 plus sin raised to 4 alpha plus 4/1 plus sin raised to alpha. 1/cos square alpha plus 1/1 plus sin square alpha plus 2/1 plus sin raised to 4 alpha plus 4/1 plus sin raised to 18 alpha sin square x plus cos square x equal to 1 ആണ്. അപ്പോൾ cos square x equal to 1 minus sin square x ആണ്. ഇത് നമുക്ക് ഇവിടെ റീപ്ലേസ് ചെയ്യാം. 1/cos square alpha പകരം 1 minus sin square alpha plus 1/1 plus sin square alpha plus 2/1 plus sin raised to 4 alpha plus 4/1 plus sin raised to 8 alpha. ഇത് ഈ രണ്ട് ടൈമിൻ്റെ എൽസിഎം എടുക്കുമ്പോൾ 1 പ്ലസ് sin square alpha plus 1 minus sin square alpha divided by 1 minus sin square alpha into 1 plus sin square alpha plus 2/1 plus sin raised to 4 alpha plus 4/1 plus sin raised to 8 alpha. sin square alpha minus sin square alpha cancel ആയി പോകും. അപ്പോൾ 2/a minus b into a plus b എന്ന് പറയുമ്പോൾ a square minus b square ആണ്. 2/a square minus b square പകരം sin square alpha the whole square plus 2/1 plus sin raised to 4 alpha plus 4/1 plus sin raised to 8 alpha. 2/1 minus sin raised to 4 alpha
സൈൻ സ്ക്വയർ ആൽഫ ദ ഹോൾ സ്ക്വയർ ആൽഫ എന്ന് പറയുമ്പോൾ സൈൻ റേസ് ടു 4 ആൽഫ ആവും പ്ലസ് 2/1 പ്ലസ് സൈൻ റേസ് ടു 4 ആൽഫ പ്ലസ് 4/1 പ്ലസ് സൈൻ റേസ് ടു 8 ആൽഫ. ഇനി ഈ രണ്ട് ടൈമിൽ എൽസിഎം എടുക്കുമ്പോൾ 2 പ്ലസ് 2 സൈൻ റേസ് ടു 4 ആൽഫ പ്ലസ് 2 മൈനസ് 2 സൈൻ റേസ് ടു 4 ആൽഫ ഡിവൈഡ് ബൈ 1 മൈനസ് സൈൻ റേസ് ടു 8 ആൽഫ ആവും. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇവിടെ എന് പകരം 1ഉം ബിന് പകരം സൈൻ റേസ് ടു 4ഉം ആണ്. അപ്പോൾ ബി സ്ക്വയറിന് പകരം സൈൻ റേസ് ടു 4 ഹോൾ റേസ് ടു 2 എന്ന് പറയുമ്പോൾ സൈൻ റേസ് ടു 8 ആൽഫ ആവും പ്ലസ് 4/1 പ്ലസ് സൈൻ റേസ് ടു 8 ആൽഫ. 2 സൈൻ റേസ് ടു 4 ആൽഫയും 2 സൈൻ റേസ് ടു 4 ആൽഫയും കട്ടായി പോവും. 2 പ്ലസ് 2 4/1 മൈനസ് സൈൻ റേസ് ടു 8 ആൽഫ പ്ലസ് 4/1 പ്ലസ് സൈൻ റേസ് ടു 8 ആൽഫ. ഇത് രണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 പ്ലസ് 4 സൈൻ റേസ് ടു 8 ആൽഫ പ്ലസ് 4 മൈനസ് 4 സൈൻ റേസ് ടു 8 ആൽഫ ഡിവൈഡ് ബൈ 1 മൈനസ് സൈൻ റേസ് ടു 16 ആൽഫ കിട്ടും. ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോൾ 4 പ്ലസ് 4 8/1 മൈനസ് സൈൻ റേസ് ടു 16 ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു 8/1 മൈനസ് സൈൻ റേസ് ടു 16 ആൽഫ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. 1/5 ഈക്വൽ ടു 8/4/5 which is equal to 8 into 5/4 equal to 10. Option is the right answer. 8th question. If tan theta by 2 equal to 2/3 then sec theta equal to. ഇത് നമ്മൾ cos 2 തീറ്റ എന്ന് പറയുന്ന ഒരു ഫോർമുല വെച്ചാണ് ചെയ്യുന്നത്. cos 2 തീറ്റ ഈക്വൽ ടു cos സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 2 cos സ്ക്വയർ തീറ്റ മൈനസ് 1 ഈക്വൽ ടു 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. കോസ് തീറ്റ ഈക്വൽ ടു ഈ തീറ്റയുടെ ഡബിളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ കോസ് തീറ്റ എടുത്താൽ ഈ തീറ്റ ബൈ 2 വേണം. അപ്പോൾ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 2 ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 2. ടാൻ തീറ്റ ബൈ 2 നമുക്ക് തന്നിട്ടുണ്ട് 2/3. അപ്പോൾ 1 മൈനസ് 2/3 ഹോൾ സ്ക്വയർ ബൈ 1 plus 2/3 whole square which is equal to 1 minus 4/9 by 1 plus 4/9 which is equal to 5/9 whole divided by 13/9 equal to 5/13. cos theta equal to 5/13. നമുക്കറിയാം cos തീറ്റ ഈക്വൽ ടു 1/sec തീറ്റ ആണ്. sec തീറ്റ ഈക്വൽ ടു 1/cos തീറ്റ ആണ്. 1/5/13 which is equal to 13/5. Option A. 9th question. The value of sec 2π/3 plus cosec 5π/6 is equal to. നമുക്ക് sec 2π/3 sec π മൈനസ് π/3 എഴുതാം പ്ലസ് cosec 5π/6 cosec π മൈനസ് π/6 എഴുതാം which is equal to π മൈനസ് π/3 എന്ന് പറയുമ്പോൾ
സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനും കൊസീക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അപ്പോൾ സീക്ക് മൈനസ് സീക്ക് π/3 പ്ലസ് കൊസീക്ക് π/6 ആവും. സീക്ക് π/3 എന്ന് പറയുമ്പോൾ സീക്ക് 60 C60 2 ആണെന്നറിയാം. അപ്പോൾ -2 പ്ലസ് കൊസീക്ക് π/6 എന്ന് പറയുമ്പോൾ കൊസീക്ക് 30 2 -2 + 2 which is equal to 0. Option is the right answer. 10th question. If sin x by cos x into sec x by cosec x into tan x by cot x equal to 9, where x belongs to 0 to π/2, then the value of x is, നമുക്കറിയാം sin x by cos x tan x ആണ്. sec x എന്ന് പറയുമ്പോൾ tan x into sec x 1/cos x, cosec x എന്ന് പറയുമ്പോൾ 1/sin x into tan x into 1/cot x എന്ന് പറയുമ്പോൾ tan x ആണ്. tan x equal to 9. tan x into sin by cos tan into tan x equal to 9. tan raised to 4x equal to 9. Therefore root of tan raised to 4x equal to √9. tan square x equal to 3. Therefore tan x equal to √3. നമുക്കറിയാം tan 60 equal to √3 ആണ്. Therefore x equal to π/3. Option B.